അയ്യോ കത്തി കളിച്ചിരിക്കുന്നത്. അതെ, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഈ ബോർഡുകളെല്ലാം പിരിച്ചു വിടണം. ഈ ബോർഡുകളിൽ ഇരുന്നിട്ട് എന്താ കാര്യം? ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമല മാത്രമാണ്. നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും പരിശോധിച്ച് നോക്കിക്കോളൂ, സ്വർണത്തിന് കണക്കെടുത്തോളൂ. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സ്വർണവും മുതലും എല്ലാം കൃത്യമായി സംരക്ഷിച്ചും ഭൂമിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ നിങ്ങൾ നോക്ക്. ഇതെല്ലാം അപഹരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കാണാം. ഞങ്ങളുടെ ഔദ്യോഗിക നിലപാടാണല്ലോ. ഞങ്ങളുടെ ഔദ്യോഗിക നിലപാട് തന്നെ. കാരണം ഇത് മാറണം. മാറിയ ശേഷം ഡോക്ടറെ ഇങ്ങനെ കേൾക്കരുത്. കാരണം ഈ പറയുന്ന നിലപാട് മാറണം, ഈ സംവിധാനം മാറണം. ഈ സംവിധാനം മാറിയിട്ട് IAS ഇതിൻ്റെ തലപ്പത്ത് സീനിയർ IAS ഇരുത്തിക്കൊണ്ട് താഴെ ജൂനിയർ IAS അവസാനം RDO ഗ്രേഡിലുള്ള ആളുകളേക്ക് വെച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാകാൻ വേണം. ആ കമ്മിറ്റിയിൽ ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ അനിവാര്യമാണ്. ചെയർമാനും കമ്മിറ്റിക്കാരും ഒക്കെ ജനപ്രതിനിധിക്കട്ടെ. പക്ഷെ ഫയലെല്ലാം പോയി അവസാനം ഒപ്പുവെക്കേണ്ട സാധനം വരുമ്പോൾ കൺസേൺഡ് മിനിസ്റ്റർ മുമ്പ് ഫയൽ ചെയ്യുന്ന ഒപ്പിടുന്ന രീതി, അതായത് നമ്മുടെ ഇവിടുത്തെ കോഫി ബോർഡ്, കാർഡമം ബോർഡ്, കയർ ബോർഡ് ഉണ്ട് ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്. ആ ബോർഡ് പോലെ വന്നു കഴിഞ്ഞാൽ ഒരു അഴിമതി കുറേയെങ്കിലും പരിഹരിക്കാൻ സാധിക്കും. ഇത് സ്വതന്ത്രമായി ബോർഡിനെ വിട്ടിരിക്കുകയാണ്. തിരുവിതാംകൂറിലത്തെ 4-5 ബോർഡുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. ഈ ഓരോ ബോർഡും ഓരോ തുരുത്തായിട്ട് നിന്നുകൊണ്ട് കുറേ രാഷ്ട്രീയത്തിൽ ഇടം കിട്ടാത്തവർക്ക് ഇടം കൊടുക്കുന്ന ഒരു ഇടമായിട്ട് ഇത് മാറുന്നു. അവർ 2-3 കൊല്ലം ഇരുന്ന് അവർക്ക് ചെയ്യാവുന്ന എടുക്കാവുന്നതെല്ലാം എടുത്തിട്ട് അവർ പോകുന്നു. ഒരു ചുക്കൊന്നും ചെയ്യാനൊക്കുന്നില്ല. ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിച്ചവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ പരാതി കോടതി അറിയിച്ചുകൊണ്ടല്ലേ ഇത് പുറത്തെങ്കിലും വന്ന്, അല്ലെങ്കിൽ വരുമായിരുന്നു. ഇതെല്ലാം ഒരു അഴിമതിയുടെ ശൃംഖല ഉദ്യോഗസ്ഥ നേതൃത്വത്തിലും നടക്കുന്നു. അതിന് രാഷ്ട്രീയക്കാരുടെ തലയിൽ വെച്ചിട്ട് മന്ത്രി രാജിവെക്കണമെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെയല്ല ഇപ്പം മന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം, അതൊക്കെ രാഷ്ട്രീയമാണ്. സെക്രട്ടറി, അതുപോലെ തന്നെ ഈ സ്വർണം മാത്രമല്ല, ഈ ക്ഷേത്രവക ഭൂമികൾ ഏക്കർ കണക്കിന്, അതല്ല ഞാൻ പറഞ്ഞ ഏക്കർ കണക്ക് ഭൂമിയുണ്ട്, ഉപകരണങ്ങളുണ്ട്. അതാണല്ലോ നിങ്ങൾ അവരുടെ സ്റ്റോക്ക് രജിസ്റ്റർ എടുക്ക്. സ്വർണം മാത്രം പറഞ്ഞാൽ പോരാ, ഭൂമികൾ എന്തുമാത്രം പോയിട്ടുണ്ട്, അന്യാധീനപ്പെടുത്തിക്കൊണ്ട് എന്തുമാത്രം വിളക്കുകൾ. ഈ ഭൂമിയുടെ കണക്കൊന്നും കൃത്യമായി വിവരാവകാശ നിയമപ്രകാരം പോലും ദേവസ്വം ബോർഡ് പുറത്തു വിടുന്നില്ല. ഇല്ല, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോവാ. അതിന് മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? ഇപ്പോൾ അയാൾ പിരിച്ചുവിടണം. പിരിച്ചുവിട്ട് ഈ സംവിധാനം വരെ ഒഴിവാക്കണം. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നിൽക്കുന്നതാണ്. ബോർഡിൽ നിൽക്കുമ്പോൾ ബോർഡ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും, അത് കുറച്ച് ഉദ്യോഗസ്ഥന്മാരിങ്ങനെ 2 കൊല്ലം ഉദ്യോഗസ്ഥന്മാർ സ്ഥിരമായിട്ട് നിൽക്കുകയല്ലേ, ബോർഡ് അംഗങ്ങൾ 2 കൊല്ലം ഇരിക്കുകയല്ലേ. അവർ കാര്യങ്ങൾ പഠിച്ചു വരുന്നതിന് മുമ്പ് ഇതെല്ലാം കൊള്ള നടത്തി കഴിഞ്ഞിരിക്കും. അല്ല, ഒന്നും മേടിച്ചില്ലെങ്കിൽ കൊണ്ട മേടിപ്പിച്ച് കൊടുപ്പിക്കുന്ന സംവിധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ ആളുകൾ. ഈ സംവിധാനം മാറണം, ഈ ഭരണ രീതിയുടെയും മാറണം. പിന്നെ പണം, കുറേ ക്ഷേത്രങ്ങളിൽ പണമുണ്ട്, കുറേ ക്ഷേത്രങ്ങൾ ദാരിദ്ര്യമാണ്. ഇതെല്ലാം ഭഗവാന് വിശപ്പില്ല, ഭക്തന് വിശപ്പുണ്ട്. ഈ രാജ്യത്ത് ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന സമ്പത്തുകളെല്ലാം തന്നെ ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1251 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. അതിൽ 51 ക്ഷേത്രങ്ങൾ മാത്രമേ സ്വയം പര്യാപ്തമുള്ളൂ. ബാക്കി 1200 ജീവിക്കുന്നതും പൂജ നടത്തുന്നതും ശബരിമല ഭഗവാനുള്ളതാണ്. അതോടൊപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മലബാർ ദേവസ്വത്തിൽ ജീവിക്കാൻ പോലും ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല ഒരുപാട് ജീവനക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഗുരുവായൂരാണെങ്കിൽ കോടാനുകോടി രൂപ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടിക്കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി അവിടെ ഇട്ടിട്ട് ആർക്ക് എന്ത് പ്രയോജനം? ഇതെല്ലാം തന്നെ ദേവസ്വങ്ങളെല്ലാം ഒറ്റ ബോർഡിൻ്റെ കീഴിലാക്കിയാൽ സമ്പത്തുകളുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ക്ഷേത്രങ്ങളും സമ്പത്ത് കൊടുത്തും ഇതിനെ സാമൂഹ്യമായി ജനോപകാരപ്രദമായ രീതിയിൽ ആ സമ്പത്തുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും മുമ്പോട്ട് പോയാൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും, രാജ്യം വികസിക്കും, ജനങ്ങൾക്കും പ്രയോജനമായിരിക്കും. താങ്ക് യു.